തൊഴിലാളികളാണ് അതിൽ ഉൾപ്പെട്ടതാണ് പ്രാഥമികമായിട്ട് കിട്ടിയ വിവരം. 108 ആംബുലൻസും സ്വകാര്യ ആംബുലൻസ് ഉൾപ്പെടെ 15 ആംബുലൻസുകൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 20 എണ്ണം കൂടെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 2 മൃതദേഹം കിട്ടിയപ്പോൾ ലേറ്റസ്റ്റ് അനുസരിച്ച് മണ്ണിടിഞ്ഞതിൻ്റെ മറുഭാഗത്താണ് മൃതശരീരം കണ്ടെത്തിയത്. ഒരു മൃതശരീരം ഇപ്പോൾ SR എസ്റ്റേറ്റ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഒരെണ്ണം വൈത്തിരി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മണ്ണ് മാറ്റി റോഡ് സുഗമമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതായിക്കഴിഞ്ഞാൽ ഉടനെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ സംവിധാനം ഇപ്പോൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പരിക്കേറ്റ 9 പേരെ മേപ്പാടി വിംസ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒരാളുടെ നില വളരെ സീരിയസ് ആണ്. പോലീസ് സർജൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വൈത്തിരിയിലേക്ക് പുറപ്പെട്ടു. വയനാട് DMO ഒക്കെ സ്ഥലത്തുണ്ട്, ഉദ്യോഗസ്ഥന്മാരൊക്കെ സ്ഥലത്തുണ്ട്. എല്ലാ സൗകര്യങ്ങളും ചികിത്സാ സൗകര്യങ്ങളും ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആരോഗ്യവകുപ്പ് ഒരുക്കും. ഈ പരിക്കേറ്റവരെയും വിംസിന് കോഴിക്കോട്ടേക്ക് വല്ലതും മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ആലോചിക്കൂ. ഏതായാലും ആശുപത്രിയിൽ എല്ലാ സജ്ജീകരണങ്ങളും വയനാട് ജില്ലയിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും വേണ്ട സജ്ജീകരണങ്ങൾ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. 2 ഡെത്താണ് കൺഫേം ചെയ്തത്. അതെ, 2 ഡെത്താണ് കൺഫേം ചെയ്തത്.